പഠിച്ചെന്ന് തോന്നിയ കാര്യങ്ങൾ പോലും മറന്നു പോകുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ മറന്നു പോകാതിരിക്കാൻ ഒരു കുറുക്കുവഴി പറഞ്ഞു തന്നാലോ? എന്നാലേ അതിനുവേണ്ടി ഒരു കുറുക്കുവഴിയും ഇല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നല്ല ഓട്ടക്കാരനാകാൻ കുറുക്കുവഴികളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിന് നിരന്തരമായ പ്രാക്ടീസ് തന്നെ വേണം. അതുപോലെ തന്നെയാണ് മറവിയുടെ കാര്യത്തിലും. മറന്നു പോകാതിരിക്കാൻ നമ്മൾ പഠിക്കേണ്ട കാര്യവുമായി എപ്പോഴും ടച്ച് ഉണ്ടാകണം. ഇതിനെന്തൊക്കെ ചെയ്യണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പഠിച്ചെന്ന് ഒരു തോന്നൽ ഉറപ്പിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും വായിക്കുക എന്നതാണല്ലോ. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് മറവി തടയാനുള്ള കഴിവ് താരതമ്യേന കുറവാണ് എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. എന്നാലും വീണ്ടും നമ്മൾ ചെയ്യുക അതുതന്നെയാണല്ലേ. പകരം ചെയ്യാവുന്ന 2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേതാണ് ഇലാബറേഷൻ. അതായത് ഒരു വട്ടം പഠിച്ച കാര്യം മറന്നു പോകാതിരിക്കാനായി വീണ്ടും വായിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. ഹൗ, വൈ എന്നൊക്കെ സ്വയം ചോദിച്ച് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഈ രീതിയിൽ അമൂർത്ത ആശയങ്ങളെ മൂർത്തമായ ഉദാഹരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, വൈദ്യുതിയെപ്പറ്റി പഠിക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്നൊരു നിർവചനമാണല്ലോ റെസിസ്റ്റൻസിൻ്റേത്. ഇതാണ് ആ നിർവചനം. ഇങ്ങനെ പഠിക്കുന്നതിന് പകരം നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം ആലോചിക്കാം. അതായത് ചാലകം അഥവാ കണ്ടക്ടർ ഇടുങ്ങിയ ഒരു വഴിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ചാർജ് വാഹകരായ കണികകൾ ആളുകളാണ്. ആ വഴിയിലൂടെ കടന്നു പോകാൻ ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടാണ് റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കാം. ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പലപ്പോഴും മറ്റു വഴിയാത്രക്കാർ കാരണം തന്നെയാണ്. അതായത് റെസിസ്റ്റൻസിൻ്റെ പ്രധാന കാരണക്കാർ ചാർജ് വാഹകരായ കണികകൾ തമ്മിലുള്ള കൂട്ടിയിടിയും അത് മറ്റു കണികകളുമായി നടത്തുന്ന കൂട്ടിയിടിയുമാണ്. കണ്ടക്ടറുടെ ക്രോസ് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും എന്നുള്ള തത്വം ഇവിടെ വഴിയുടെ വലിപ്പം കൂടുമ്പോൾ തടസ്സം കുറഞ്ഞ് യാത്ര സുഗമമാകും എന്ന രീതിയിൽ വേഗത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ തലയ്ക്കകത്തിട്ട് അതിനോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വീണ്ടും വായിക്കുന്നതിനേക്കാൾ ഗുണമുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമത്തേതാണ് റിട്രീവൽ അഥവാ ഓർത്തെടുക്കൽ. പഠിച്ചത് വീണ്ടും വായിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് ആ സമയമെടുത്ത് ഒന്നാം വായനയിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതാണ്. ഇതിനായി പല രീതികൾ പിന്തുടരാം. ക്വിസ് പരീക്ഷകൾ എഴുതിക്കൊണ്ട് ഓർത്തെടുക്കാം, അല്ലെങ്കിൽ വെറുതെ കാര്യങ്ങൾ ഓർത്തോർത്ത് എഴുതാം, ഓർത്ത് ചിത്രങ്ങൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാം. ഏത് രീതി പിന്തുടരുന്നു എന്നതിനേക്കാൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നതിനാണ് പ്രസക്തി. വീണ്ടും വായിക്കുന്നതിനേക്കാൾ ഓർമ്മയിൽ നിൽക്കുക ഇത്തരം പ്രവർത്തികളാണ്. പഠിക്കുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കുന്നതും നന്നാകും. ചിത്രങ്ങളും ഫ്ലോ ചാർട്ടുകളും ഒക്കെ ചേർത്ത് പഠിക്കുന്നത് ആശയങ്ങൾ കൂടുതൽ ആഴത്തിൽ ഓർമ്മയിൽ പതിയാൻ കാരണമാകുന്നു. ഇനി ആവർത്തിച്ച് വായിക്കാൻ ഇരിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. ശാസ്ത്രീയ പഠനങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കിയ വഴിയിലൂടെ ഓർത്തെടുക്കാനും ധാരണ വികസിപ്പിക്കാനും നിൽക്കണോ, അതോ താരതമ്യേന ഗുണം കുറഞ്ഞ 2ാം വായനയ്ക്ക് പോകണോ? ഒന്നും കൂടി ആലോചിക്കൂ.